ഈ ഉദയത്തും ഹക്കീക്കത്തും ഇറക്കുമ്പോൾ എങ്ങനെ പറയേണ്ടത് ഞങ്ങൾക്ക്? സാധാരണ നമ്മൾ കന്നിനെ കറങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് അർത്ഥം മതി. ഇതങ്ങനെയല്ല. അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്നൊക്കെ പറഞ്ഞ സുന്നത്തുണ്ട്. ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ മൂന്നിട്ടും പറയാം. അങ്ങോട്ട് അല്ലാഹുമ്മ ഹാദാ മിൻക, ഇത് നിന്നിൽ നിന്നാണ് പഠിച്ചവനെ, വ ഇലൈക നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്, ഫതഖബ്ബൽ മിന്നി എന്നിൽ നിന്ന് സ്വീകരിക്കണമേന്ന് എന്ന് പറഞ്ഞ സുന്നത്തുണ്ട്. ഏതിറക്കുമ്പോൾ ഉദയത്ത് ഇറക്കുമ്പോഴും ഇറക്കുമ്പോൾ നിങ്ങളൊക്കെ ഇറക്കലുണ്ടല്ലോ, പറയലുണ്ടോ? ഞാൻ അങ്ങനെ ഇറക്കുമ്പോൾ ചോദിച്ചുകൊണ്ട് എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഉസ്താദന്മാർ ചോദിച്ചാൽ മതി. സാധാരണ അറിവുപോലെയല്ല, റസൂലുള്ളാഹി പറഞ്ഞതാ. വേറെ ആളെ ഇറക്കുമ്പോൾ എന്താ എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്നുണ്ടായിരുന്നു. ഒരാളെ നമ്മൾ അറക്കാനാക്കി ഒരാളെ, അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യലധികവും. തക്ബീർ പറഞ്ഞു, 3 തക്ബീർ ഉദയത്തിലും ഹക്കീക്കത്തിലൊക്കെ. നമ്മൾ സാധാരണ അവിടെ കൂടിയിലൊക്കെ പാടെ തക്ബീറല്ലാണ്, അത് ചെല്ലാനേ ഉള്ളൂ. അതല്ല സുന്നത്ത്. ഈ അറക്കണ ആൾ ആരാണോ അറക്കണ ആൾ അയാളാണ് ഈ 3 തക്ബീർ. അല്ലാഹു അക്ബർ, ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് ഇങ്ങനെ സ്വലാത്തും ചൊല്ലാം. അറക്കണ വ്യക്തി വേറെ ആൾക്ക് വേണ്ടി അറക്കുകയാണെങ്കിൽ ഫതഖബ്ബൽ മിൻ ഫുലാൻ, ഇന്നാലിന്നവരിൽ നിന്ന് നീ സ്വീകരിക്കണേ പഠിച്ചവനെ. ഈ കന്ന് നിന്നിൽ നിന്നാണ്, നിന്നിലേക്കാണ്, ഇയാളിൽ നിന്ന്. ഇയാളെ ഇന്ന് അറക്കാൻ ഏൽപ്പിച്ച അയാളാണ് പറയേണ്ടത്. അങ്ങനെയാണല്ലോ അധികം ഉണ്ടാകല്. ആ മക്കളിൽ നിന്ന് സ്വീകരിക്കണത് മക്കളുടെ കയ്യിൽ നോക്കണത്. വാപ്പയാണ് അറക്കണത്. വാപ്പ അറുത്താലും വല്ലാക്ക അറുത്താലും മൂലരറുത്താലും ആരാണോ അത് പൈസ ഒഴിവാക്കേണ്ടത് അറക്കണത് അയാളിൽ നിന്ന് സ്വീകരിക്കണമെന്നാണ് പറയേണ്ടത്. എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പറയേണ്ടത് ആരാണ്? സ്വന്തം കന്നിനെ സ്വന്തം അറക്കണ ആളാണ്. ഇല്ലാച്ചിട്ട് അറിവ് ശരിയായൊന്നുമില്ല കേട്ടോ. അതിൻ്റെ സുന്നത്ത് അങ്ങനെയാണെന്നാണ് ഈ പറയുന്നത്. പഠിച്ചോനെ പുതിയൊരു നമ്മൾ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. ബേജാറൊന്നും വേണ്ട. എങ്ങനെ ഉണ്ട് പറച്ചിൽ? വളരെ ഗംഭീരമായ ദിക്റല്ലേ? അറിഞ്ഞിരിക്കണം. ഇവരത് ആയിരുന്നില്ല. ഇവരൊട്ടകത്തിനുണ്ടാകും ബിസ്മില്ലാത്ത വല്ല ഉസ്സ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയും പുളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലാത്തി ഉസ്സയും ആ കല്ല് ഈ ഒട്ടകത്തിനെ ഉണ്ടാക്കിക്കണം. ഈ ഒട്ടകത്തിനുള്ള ഫുഡ് തരുന്നവരാണോ? ഒക്കെ അള്ളാഹ് തരുന്നുണ്ട്. അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നെ എന്ത് വെച്ചിട്ടാണ് ഈ ബിംബങ്ങളുടെ പേര് പറയണത്?